ദൈവത്തിന് യാതൊരു വിധമായ പാർഷ്യാലിറ്റി ഇല്ല. ജാതി, മത, വർണ്ണ വിവേചനങ്ങളില്ല. അവരെല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുന്നു, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് ഇസ്രായേൽ ജനം കരുതിയിരുന്നത്, അല്ല യഹൂദന്മാർ കരുതിയിരുന്നത്, അവർ ദൈവത്തിൻ്റെ വേണ്ടപ്പെട്ടവർ, മറ്റുള്ളവരെല്ലാവരും ജാതീയരാണ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയാൽ ദൈവത്തിന് അവരെ വേണ്ടാത്തവർ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലായിരുന്നു. ആ കാലത്ത് കൈസരിയ എന്ന സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ദിവസം അവിടെ കൊർന്നല്യോസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ യഹൂദനല്ല, റോമൻ ഉദ്യോഗസ്ഥനാണ്. ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും ദൈവമായിട്ടൊരു ബന്ധം വേണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. ആ മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. മാത്രമല്ല ഒത്തിരി പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യൻ, ഒത്തിരി ദാനങ്ങൾ കൊടുക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. ഈ മനുഷ്യൻ സ്ഥിരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, വൈകുന്നേര സമയമായപ്പോൾ, ഉച്ച കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. ദൂതൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ദർശനത്തെ അദ്ദേഹം കാണുകയാണ്, ഒരു ഓപ്പൺ വിഷൻ കാണുകയാണ്. അദ്ദേഹത്തോട് ദൂതൻ ഇങ്ങനെയാണ്, കൊർന്നല്യോസേ എന്ന് വിളിച്ചു. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥന എത്തിയിരിക്കുക. നീ പ്രാർത്ഥിക്കാൻ നമുക്കറിയാം, ചിലർ ഭയങ്കരമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരാണ്. യഥാർത്ഥമായ ദൈവമായുള്ള റിലേഷൻഷിപ്പിന് അപ്പുറമായി അവർ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനകളെല്ലാം, ആ പാഷൻ, ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തെ കാണുന്ന ദൈവം ആ മനുഷ്യനെ കണ്ടില്ല എന്നടിച്ചില്ല. ആ മനുഷ്യൻ യഹൂദനല്ല എന്നുള്ള കാഴ്ചപ്പാടൊന്നും നോക്കിയില്ല. അദ്ദേഹം റോമൻ പൗരനാണ്, റോമൻ ഉദ്യോഗസ്ഥനാണ്, പട്ടാള മേധാവിയാണ്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് തൻ്റെ ദൂതനെ അയച്ചിട്ട് സർവശക്തനായ ദൈവം പറയുകയാണ്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നീ ഒത്തിരി പേരെ സഹായിക്കുന്നത് രഹസ്യത്തിൽ കൊടുക്കുന്നതായിരിക്കും, പക്ഷെ അതൊക്കെയും ഒരു മെമ്മോറിയലായിട്ട് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുവാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത്. യേശു പറഞ്ഞു, ഈ ചെറിയ ഒരുവൻ നിങ്ങൾ ചെയ്തോടത്തൊക്കെയും എനിക്കാകുന്നു ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ചെറിയവൻ ആരും ആയിക്കോട്ടെ, നമ്മൾ ചർച്ചിലുള്ളവരാവാം, പുറത്തുള്ളവനാവാം, അവൻ ഏത് മതത്തിലാകാം, ഏത് ജാതിയിലാകാം, ആർക്കും ആ വ്യക്തികൾ ചെയ്യുന്നൊക്കെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് എത്തുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ രഹസ്യത്തിൽ ചെയ്തതായിരിക്കാം, പക്ഷേ കൊർന്നല്യോസിന് പറയാം, കൊർന്നല്യോസിന്റെ പ്രാർത്ഥന മാത്രമല്ല, നീ കൂടെ ദാനധർമ്മങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മെമ്മോറിയലായിട്ട്, ഒരു ഒരു ശില പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തിനാ അയച്ചേ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒരൊറ്റ കാര്യമേ ഉള്ളൂ പറയാൻ. നീ യോപ്പ എന്ന സ്ഥലത്തേക്ക് ആളയക്കണം. നിന്റെ ദൂതന്മാരെ ആരെ അയച്ചിട്ട് നിന്റെ വേണ്ടപ്പെട്ട ഒരാളെ അയക്കുക. എന്നിട്ട് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ട്. അദ്ദേഹം കടലിന്റെ തീരത്ത് താമസിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തണം. അദ്ദേഹം നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കും. ഇത് മാത്രമായിരുന്നു ദൂതൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഇത് കേട്ടതോടുകൂടി ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ച വചനം കേട്ട കൊർന്നല്യോസ് ഉടനെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പത്രോസിനെ വിളിക്കുവാനായിട്ട് അയച്ചു. പത്രോസിന്റെ അടുക്കലേക്ക് ആളയക്കുന്ന സമയം, ഒരു പിറ്റേ ദിവസം അവർ യാത്ര ചെയ്ത് അവർ പത്രോസിന്റെ അടുക്കൽ എത്തുന്നതിന് മുൻപായിട്ട് പത്രോസ് ആയിരിക്കുന്ന ഭവനത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പത്രോസ് ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഉച്ചയ്ക്ക് 12 മണി സമയം, ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പ്. നമ്മളാണല്ലോ ഭക്ഷണം എന്താ ലേറ്റ് ആവുന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ പത്രോസ് വിചാരിച്ചു, അല്പസമയം കിട്ടിയില്ലേ, പ്രാർത്ഥിച്ചേക്കാം. അല്പസമയമുണ്ട്, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഭക്ഷണം തയ്യാറായിട്ടില്ല. ആ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ വരും. അദ്ദേഹം വീടിന്റെ മുകളിലേക്ക് കയറി. അത് അദ്ദേഹം കരുതി, അദ്ദേഹം തീരുമാനിച്ചാണ്, പക്ഷെ സ്വർഗം തീരുമാനിച്ച സമയമാണ്. സ്വർഗം അദ്ദേഹത്തിനകത്തൊരു ആഗ്രഹം കൊടുത്തു, പക്ഷെ അദ്ദേഹം അതിന് കീഴ്പ്പെട്ടു. നമുക്കിതുപോലെ ചിലപ്പോൾ ദൈവം ആഗ്രഹങ്ങൾ തരും, ഒന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കത്തിന് എഴുന്നേറ്റു, ഒന്ന് പ്രാർത്ഥിക്കണം തോന്നി. അത് നമുക്ക് ദൈവം തരുന്ന ആഗ്രഹമാണ്. പക്ഷെ ദൈവം നമ്മളെ കയ്യെ പിടിച്ച് കൂട്ടി പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയത്തില്ല. അത് നമ്മുടെ ഈൽഡാ, നമ്മൾ വിട്ടുകൊടുക്കുന്നതിൽ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം. പത്രോസ് സബ്മിറ്റ് ചെയ്തു, എന്നാ പ്രാർത്ഥിച്ചേക്കാം. ആ ഒരു പ്രോംപ്റ്റിങ് തോന്നിയപ്പോൾ, അകത്തൊരു ആഗ്രഹം തോന്നിയപ്പോൾ, നിങ്ങളമ്മനെ എസ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇന്നിരിക്കുന്നത്. എത്രയോ പേർക്ക് ആഗ്രഹം ദൈവം കൊടുത്തു, അവരെല്ലാം നോ പറഞ്ഞു. എത്രയോ പേർക്ക് പരിശുദ്ധമ പറഞ്ഞു പോണം. പക്ഷെ അവർ വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തു. അവർ പറഞ്ഞു ഇല്ല, പോകുന്നില്ല. പക്ഷേ ദൈവം അവർക്ക് വെച്ച പല കാര്യങ്ങളും അവർ മിസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവർക്കുണ്ടായ ദൈവം ഒത്തിരി കാര്യങ്ങൾ അവർ മിസ് ചെയ്യുകയാണ്. പത്രോസ് പ്രാർത്ഥിക്കാണ്ട് മുകളിൽ കയറിയപ്പോൾ കൊർന്നല്യോസിന് സ്വപ്നം കൊടുത്ത, അല്ലെങ്കിൽ ദർശനം കൊടുത്ത അതേ ദൈവം
പത്രോസിന് ഒരു വിഷൻ കൊടുക്കുക. എന്നാ വിഷൻ അറിയാമോ? പത്രോസ് കാണുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്ന് വലിയൊരു പെട്ടി, അതെങ്ങനെയാണോ പറയുക, ഒരു വലിയ ബോക്സിനകത്ത് ഈ ഭൂമിയിലുള്ള പല തരത്തിലുള്ള നാൽക്കാലികൾ, ഇഴജാതികൾ, ഒത്തിരി മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം ചേർത്ത് വെച്ച ഒരു പെട്ടിയിൽ ഇറങ്ങി വരിക. അത് ഇറങ്ങി വന്നപ്പോൾ അതിനകത്ത് യഹൂദന്മാരെ സംബന്ധിച്ച്, പത്രോസിന് യഹൂദനാണേ, പത്രോസിനെ സംബന്ധിച്ചോളം പലതും അശുദ്ധമാണ്, ചിലതൊക്കെ അശുദ്ധമല്ലാത്തത്, ശുദ്ധിയുള്ളത്. അപ്പോൾ ദൈവം പറയുവാണ്, ഇതെല്ലാം നീ അറുത്ത് കഴിക്കുക, ഇതെല്ലാം നിനക്കുള്ള ക്ലീനാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, തൻ്റെ സെൽഫ് റൈച്ചസ്നെസ്സിൽ അല്ലെങ്കിൽ തൻ്റെ ഒരു റിലീജിയസ് സിസ്റ്റത്തിൽ നിന്ന് പറയുകയാണ്, ഇതിൽ പലതും അശുദ്ധമാണ്, അശുദ്ധമായതൊന്നും ഞാൻ കഴിക്കത്തില്ല കർത്താവേ, ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ വീണ്ടും സ്വർഗ്ഗ ദൈവം പറയുവാണ്, നീ അത് കഴിക്കുക. കാരണം അത് എക്സാക്ച്വലി അത് കഴിക്കാൻ വേണ്ടി ആയിരുന്നില്ല, ദൈവം ഒരു കാര്യം അവൻ്റെ ഉള്ളിലേക്ക് പഠിപ്പിക്കുകയായിരുന്നു. നമുക്ക് കാണുന്ന ചില ദർശനങ്ങളൊക്കെ ഇതുപോലെയാണ്. ഇമാജിനിൽ നിന്ന് കാണുന്നത് പലപ്പോഴും അത് സിംബോളിക് ആയിരിക്കും. അങ്ങനെ ദൈവം പറയുകയാണ്, നീ കഴിക്ക്. അവസാനം ദൈവം പറയുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചതിനെ, ദൈവം ക്ലീൻ എന്ന് പറഞ്ഞതിനെ നീ ഒരിക്കലും ക്ലീൻ അല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയിട്ട് എന്താന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ കൊർന്നല്യോസ് അയച്ച ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. നോക്കി ടൈമിങ് നോക്കി, സ്വർഗത്തിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ടൈമിംഗ് ആണ്. അവിചാരിതമായിട്ടല്ല, ദൈവം പ്ലാൻ ചെയ്ത് ആ സമയത്ത് അവിടെ എത്തിയവർ. അല്പം ലേറ്റ് ആയില്ല, നേരത്തെ എത്തിയില്ല. ആ കറക്റ്റ് ടൈമിൽ കൊർന്നല്യോസ് അയച്ച ആൾക്കാർ പത്രോസിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. പത്രോസ് മുകളിലിരിക്കുകയാണ്, പരിശുദ്ധന്മാർ അകത്ത് പറയുകയാണ്, നീ കൂടുതലും ചിന്തിക്കേണ്ട, താഴേക്ക് ഇറങ്ങിപ്പോ, നിന്നെ അന്വേഷിച്ച് 2-3 ആൾക്കാർ വന്നിപ്പോണ്ട്, നീ അവരുടെ കൂടെ പോകണം. പത്രോസ് വേറെ ഒന്നും നോക്കിയില്ല, അവരോടൊപ്പം പോകാനായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, കൊർന്നല്യോസ് എന്നൊരു മനുഷ്യൻ ഞങ്ങൾ അയച്ചതാണ്. ആ മനുഷ്യൻ യഹൂദനല്ല. സാധാരണഗതിയിൽ യഹൂദന്മാരുമായിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവരുമായിട്ട് മാത്രമേ മിങ്കിൾ ചെയ്യത്തുള്ളൂ. പക്ഷെ കൊർന്നല്യോസ് യഹൂദനല്ല എന്ന് മനസ്സിലാക്കിയിട്ടും പത്രോസ് യേശു പറഞ്ഞു. കാരണം അവിടെ ഒരു എൻകൗണ്ടർ നടന്നു. തൊട്ടു മുന്നമേ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ ഒരുക്കി മനുഷ്യനോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ, ദൈവം നല്ലതായി കാണുന്നതിനെ നീ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത്. ഈ ഒരു ഇൻഫർമേഷൻ അകത്ത് കിടക്കുന്നുള്ളൂ. ആ ഒരു വെളിപ്പാട് ഉണ്ടായതുകൊണ്ട് മാത്രം ആ ഒരു പ്രാർത്ഥനാ സമയത്ത് ആ ഒരു എൻകൗണ്ടർ ഇല്ല എങ്കിൽ ഉറപ്പായിട്ട് പത്രോസ് പറയും, കൊർന്നല്യോസോ ആരാ അത്, പൊയ്ക്കോ, ഞാൻ വരത്തില്ല, ഞാനൊരു യഹൂദനാന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തേനെ. പക്ഷെ ദൈവം അവിടെ ഇടപെട്ടത് കൊണ്ട് കറക്റ്റ് ടൈമിനകത്ത് ആ ഒരു എൻകൗണ്ടർ നടന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾ താമസിക്കും, നാളെ ഒരുമിച്ച് പോവാം. പിറ്റേ ദിവസം അവർ യാത്ര ചെയ്ത് കൊർന്നല്യോസിന്റെ ഭവനത്തിലെത്തി. കൊർന്നല്യോസ് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കൂട്ടം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഫ്രണ്ട് എല്ലാം ഉണ്ട്. എല്ലാവരും കൂടി വലിയൊരു കൂട്ടം ആൾക്കാർ. പത്രോസ് നോക്കിയപ്പോൾ നിറച്ച ആൾക്കാരിരിക്കുക. പത്രോസിനെ കണ്ട പാടെ കൊർന്നല്യോസ് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന പത്രോസ് ചോദിക്കുവാണ്, എന്തിനാ എന്നെ വിളിപ്പിച്ചേ? അപ്പോൾ കൊർന്നല്യോസ് ഈ ദർശനം പുറം കൊടുക്കും. എന്നതാ, ഇങ്ങനെ ദൂതൻ വന്നു, ദൂതൻ എന്നോട് പറഞ്ഞു, നിങ്ങളെ ആളയച്ച് വിളിക്കണം. വേറൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ അകത്ത് ദൈവം ഒരു സന്ദേശം എന്നോട് പറയാൻ നൽകിയിട്ടുണ്ട്, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ പട്ടണത്തോട് പറയാൻ ദൈവം നമുക്ക് സന്ദേശം നൽകിയിരിക്കുവാണ്. നമ്മുടെ അകത്തുണ്ട്. അതൊരു ദൂതൻ പറയത്തില്ല. പലപ്പോഴും നമ്മൾ പറയില്ല, ദൈവം നിങ്ങളെ സഹായിച്ചോളും. അല്ല, യേശു പറഞ്ഞില്ലേ, അവൻ അങ്ങനെ പറഞ്ഞു വിടുകയല്ല. നിനക്കൊരു പുതപ്പുണ്ടെങ്കിൽ 2 പുതപ്പ് ഒന്ന് കൊടുക്ക്. അതായത് നിന്നിലൂടെയാണ് ദൈവം അവരെ ബ്ലസ് ചെയ്യുന്നത്. നീ സ്വർഗത്തിനും ഭൂമിയിലും ഒരു ചാനലാണ്. നിന്നൊക്കെ വരുന്ന സാമ്പത്തികമായിക്കോട്ടെ, എന്ത് അനുഗ്രഹമായിക്കോട്ടെ, അത് നിന്നിലൂടെ നൽകപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. നമുക്ക് വലിയ ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത്. ദൈവം ഈ മനുഷ്യനെ അങ്ങോട്ട് അയക്കുമ്പോൾ ദൂതൻ വന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ എന്താ പറയേണ്ടതെന്ന്. ദൂതൻ അത് പറഞ്ഞില്ല. ദൂതൻ പറയുകയാണ്, എന്നെ അത് ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിച്ചിരിക്കുന്നത് പത്രോസിന്റെ കയ്യിലാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാ? ആ സുവിശേഷം. ഇവർ ചോദിച്ചു, എന്നതാ പ്രസംഗിക്കുന്നത്? പത്രോസ് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു സന്ദേശം അവിടെ പറഞ്ഞു. വളരെ ചുരുങ്ങിയ സന്ദേശമാണ്, അതിനകത്തുണ്ടായ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഇന്ന് ആ ഒരു സന്ദേശം മാത്രം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം നന്നായിട്ടൊന്ന് വായിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം, അതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. പത്രോസ് ഇങ്ങനെയാണ് പ്രസംഗിച്ച് തുടങ്ങുന്നത്. 34-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു. പത്രോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് കൊർന്നല്യോസിനോട് പറയുവാണ്, ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്, എനിക്കൊരു പുതിയ അറിവാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ്? ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ഏത് ജാതിയിലും യഥാർത്ഥമായി അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഉത്തരം കൊടുക്കുന്നവനാണ്, അവൻ മറുപടി പറയുന്നവനാണ്. യേശു ക്രിസ്തു മൂലം
അവൻ എല്ലാവരുടെയും കർത്താവായ, ശ്രദ്ധിച്ചു നോക്കി, യഹൂദന്റെ മാത്രമല്ല, യവനന്റെ അല്ല, എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. ഇത് കൊർന്നേല്യോസിന് പറഞ്ഞു കൊടുക്കുവാണ്. കൊർന്നേല്യോസേ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അടുത്ത് പറയാണ് 38-ാമത്തെ വാക്യത്തിൽ, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. കൊർന്നേല്യോസിനോട് ചോദിക്കുക, കൊർന്നേല്യോസേ, ദൈവം യേശുവിനോട്, നസ്രേത്തുകാരനായ യേശുവിനോടൊപ്പം ഇരുന്നത് കൊണ്ട് ആ യേശു കഥാവ് ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു കാണുമല്ലോ. എന്നാൽ അവിടെ തീർന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഒരു ഹിസ്റ്ററി പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് മാത്രം അല്ല, ആ യേശുവിനെ അവർ മരത്തിന്മേൽ തൂക്കി കൊന്നു. ഞങ്ങൾ ഇതെല്ലാം സാക്ഷികളാണ്, ഞങ്ങൾ ഇതെല്ലാം കണ്ടതാ. പക്ഷെ ആ യേശുവിനെ അവർ മരത്തിൽ തൂക്കി കൊന്നു, ഒരു ക്രൂസിൽ തറച്ച് കൊന്നു. ദൈവം അവനെ, അടുത്ത വാക്യം, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല ജനത്തിനുമല്ല, ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിയതിനു ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. പത്രോസ് പറയുവാണ്, ഞങ്ങൾക്ക് ആ യേശുവിനെ ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ച് പ്രത്യക്ഷനാക്കി തന്നു. ഞങ്ങൾ നേരിട്ട് ആ യേശുവിനെ കണ്ടു. ആ യേശു ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, അതിന്റെ പ്രധാന കാര്യം അടുത്ത് പറയാണ്, അവൻ അടുത്ത് പറയാണ്, ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ അവൻ നിയമിക്കപ്പെട്ടവൻ എന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ. സ്പെഷ്യാലിറ്റി എന്നാ? ഈ യേശു നസ്രേത്തുകാരനായിരിക്കാം, ആ യേശു അവിടെ നടന്ന അത്ഭുതങ്ങൾ ചെയ്തവനായിരിക്കാം, പക്ഷേ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. അവനെ അവർ ക്രൂശിച്ചു, ശരിയാണ്. പക്ഷെ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് അവൻ അന്ന് നടന്ന യേശു മാത്രമല്ല, അവൻ ഇന്ന് മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും ന്യായാധിപതി കൂടെയാണ്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായാധിപതിയാക്കി ദൈവം ആ യേശുവിനെ മാറ്റി. ആ യേശു അടുത്ത് പറയാണ്, എന്ന് ഞാൻ ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അതായത് ഇന്ന് ലോകത്തോട് പത്രോസ് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ കണ്ട, ഞങ്ങൾ തൊട്ട, ഞങ്ങൾ കൂടെ ഇരുന്ന് ഭക്ഷിച്ച ആ യേശുവിനെ ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ച് സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇരുത്തി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായാധിപതി ആക്കി വച്ചിരിക്കുകയാണ്. അടുത്ത വചനം പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ഉണ്ടോ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? പാപമോചനമുണ്ട്. പാപം പിന്നെ അവരെ പിന്തുടരത്തില്ല. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഫ്ലോസ് അവരെ പിന്നെ പിന്തുടരത്തില്ല. അവരെ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവനൊരു പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ യാതൊരു റിച്വലും അല്ല, അവൻ്റെ യാതൊരു എഫേർട്ടല്ല. അവൻ യേശുവിൽ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ അവൻ പിന്നെ ഒരു പുതിയ സൃഷ്ടിയാണ്. കാരണം അവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ അകത്ത് ഒരു മാറ്റം സംഭവിക്കും. നേരത്തെ പ്രിയ സഹോദരൻ പറഞ്ഞില്ലേ, എന്നാ സംഭവിച്ചെന്നറിയത്തില്ല, അന്ന് ഒരു വലിയ മാറ്റം. ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ അകത്ത് ആത്മാവ് പുനർജനിച്ചു, വീണ്ടും ജനിക്കപ്പെട്ടു. അകത്ത് ആത്മാവിനൊരു പുതുക്കം സംഭവിച്ചു. പുറമെ ഒന്നും മാറിയില്ല, പക്ഷെ അകത്ത് അവൻ്റെ ആളത്വമായിരിക്കുന്നവൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്നവൻ, അവൻ പുതുതായി മാറി. ഹല്ലേലൂയ. ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മിൽ നിന്ന് എന്താണ് മാറ്റപ്പെട്ട് ചോദിച്ചാൽ ആ ആത്മാവാണ്. ആ ആത്മാവിന് ഒരു പുതുക്കം പ്രാപിക്കുകയാണ്. ആത്മാവ് പുതുതായി മാറുകയാണ്, പുതിയ സൃഷ്ടിയാവുകയാണ്. ഈ ആത്മാവിന് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈസിയാണ്. കാരണം ഈ ആത്മാവ് ദൈവത്തോട് ലൈവാണ്, ദൈവത്തോട് ലൈവായിട്ട് മാറുകയാണ്. ദൈവത്തിന് ജീവിക്കുക, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. ഇനി പാപത്തെ ജയിക്കാൻ ശ്രമിക്കുകയല്ല, പാപത്തിന് മരിച്ചിരിക്കുക. പാപ സ്വഭാവത്തെ നമ്മൾ അവനോട് കൂടെ ക്രൂശിച്ചു. ഇത് ഇങ്ങനെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അടുത്ത വചനമാണ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേട്ടു.
ഹല്ലേലൂയ. അതുവരെ അവർ കരുതിയിരുന്നത് ഇത് യഹൂദന്റെ കുത്തകയാണ്, ഒരു വിഭാഗത്തിന്റെ മാത്രമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതാണ്, ഏതോ പ്രത്യേക ആൾക്കാർക്ക് മാത്രമുള്ളതാണ്, സ്നാനപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. അതിന് കുറെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. യേശുവിനെ നിമിഷം നിന്റെ ആത്മാവും അവന്റെ ആത്മാവും ഒന്നായി ഇതിനകത്ത് വാസം തുടങ്ങുകയാണ്. പുതുക്കം സംഭവിക്കുകയാണ്. നിനക്ക് എന്തുണ്ട്? അന്യഭാഷ സംസാരിക്കാൻ കഴിയും. അന്യഭാഷ ആരുടെ ഭാഷയാ? ആത്മാവിന്റെ ഭാഷയാ. വചനം പറയുന്നു, ഒരു മനുഷ്യന് അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അവന്റെ ബുദ്ധിയല്ല, ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്നതാ കാര്യം അതുവരെ പ്രാർത്ഥിക്കാത്തേ? ആത്മാവ് ജീവിക്കുന്നില്ല, അതിന് ദൈവമായുള്ള കണക്ഷൻ ഇല്ല. ആത്മാവ് യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അത് പുതുക്കം പ്രാപിക്കുകയാണ്. പിന്നെ ആത്മാവിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആത്മാവിൻ്റെ ലാംഗ്വേജ് ആണ് നമ്മൾ ഈ പറയുന്ന അന്യഭാഷ. ഹല്ലേലൂയ. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് ആത്മാവ് സംസാരിക്കാൻ. ബുദ്ധിക്ക് യാതൊരു പരിപാടിയും. സയൻസ് പ്രൂവനാണ്. നമുക്ക് എനിക്കത് വിശദീകരിക്കാൻ അറിയത്തില്ല. സാധാരണ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ ആക്റ്റീവ് ആയിരിക്കും, കാരണം എങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഇത് ഡോർമൻ്റ് ആയിരിക്കും, ഇത് മിണ്ടത്തില്ല. ഒത്തിരി സയൻസ് സ്റ്റഡി നടത്തിയതാണ്. ഈ ഭാഗം യാതൊരു ബന്ധമില്ല, കാരണം ബുദ്ധിക്ക് അവിടെ റോളില്ല. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്, ആത്മമനുഷ്യൻ സംസാരിക്കുകയാണ് ദൈവത്തോട്. ഭയങ്കരമായ ഒരു പ്രിവിലേജാണ് അത്, നമ്മുടെ ആത്മമനുഷ്യൻ സംസാരിക്കുക. ഇത് ഏതെങ്കിലും എലൈറ്റ് ഗ്രൂപ്പിനോ ഏതെങ്കിലും പ്രത്യേക ടീമിനോ ആർക്കുമുള്ള ഒന്നുമല്ല. യേശുവിൽ വിശ്വസിക്കുകയാണോ, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ആത്മാവിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതിനെ പ്രത്യേകിച്ച് ഞാൻ കുറേ ദിവസം ഉപവസിക്കണോ, കുറേ ദിവസം എന്തെങ്കിലും ചെയ്യണോ? നത്തിങ്. നീ വിശ്വസിച്ച വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കാര്യം വചനം കേട്ടപ്പോൾ അവരുടെ അകത്തൊരു വിശ്വാസം വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, ഈ യേശു മരിച്ചവരും ഉയർത്തിയതും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നിമിഷം അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. അതിനുശേഷമാണ് പത്രോസ് പറയുന്നത്, അയ്യോ, നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ദാനം ലഭിച്ച ഇവർക്ക് സ്നാനം കൊടുക്കില്ല എന്ന് പറയാൻ നമ്മൾ ആരാ? നമുക്കെങ്ങനെ സ്നാനം വിലക്കാൻ പറ്റും? കാരണം ഇവരെ പഴയ മനുഷ്യൻ മരിച്ചു. അതിനൊന്ന് കുഴിച്ചിടാം, നമുക്ക് അതിനൊന്ന് മാറ്റിയേക്കാം, ഒരു പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരാം. അങ്ങനെ അവരെ സ്നാനം കഴിപ്പിക്കുകയാണ്. കാരണം എന്നാ? ഇവരെ സ്നാനത്തിൽ നിന്ന് വിലക്കാൻ ഞങ്ങൾക്ക് ഇനി റോളില്ല. കാരണം ഇവർ ഓൾറെഡി എന്തുണ്ട്? ഇവരുടെ മേൽ പരിശുദ്ധാത്മ വന്നിരിക്കുവാണ്. ഹല്ലേലൂയ. ചിലയിടത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ, സ്നാനപ്പെട്ടാൽ മാത്രമേ അന്യഭാഷ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മുടെ മേലുള്ളോ, ഞാൻ സ്നാനപ്പെട്ട രീതി തെറ്റാണോ, പരിശുദ്ധാത്മ എനിക്കില്ലേ? അല്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി ദൈവം നൽകിയപ്പോൾ ആ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. വെറുതെ പറഞ്ഞാൽ സകല മനുഷ്യർക്കുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റാണ് യേശുവെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഭൂമിയിൽ നമ്മളോടൊപ്പമായിരുന്ന പരിശുദ്ധാത്മാവാണ്. കാരണം യേശു കഥാവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞ് യേശു പറഞ്ഞു, ഞാൻ പോവുകയാണ്, പോകുന്ന പോലെ തിരികെ വരും. ഇന്ന് ദൈവത്തിൻ്റെ വലത് ഭാഗത്തായി യേശു ഇരിപ്പുണ്ട്. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മെ അനാഥരായി വിടാതിരിക്കാൻ നമ്മോടൊപ്പം പരിശുദ്ധ ആത്മാവുണ്ട്. നമ്മെ പ്രിപ്പയർ ചെയ്യുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ യേശു ഒരു നാൾ വീണ്ടും വരും. നമ്മൾ അതുപോലെ കാണും. യേശു പറഞ്ഞ പോയതുപോലെ അതേ ശരീരത്തിൽ തിരിച്ചു വരും. സകല കണ്ണും അവനെ കാണും. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പ്രസംഗിച്ചപ്പോൾ തന്നെ വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയരെ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് എന്താ ദൗത്യം? നമ്മൾ പത്രോസ് പ്രസംഗിച്ചതുപോലെ വ്യക്തിയോട് ഈ സുവിശേഷം പറയുക. അവരെ നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട, അവരിലേക്ക് ഈ സുവിശേഷം കൊടുക്കുക. കാരണം സുവിശേഷം തന്നെ രക്ഷയ്ക്കായി ദൈവ ശക്തിയാണ്. നമ്മൾ പ്രത്യേക ശക്തിയൊന്നും കൊടുക്കണ്ട, നമ്മൾ പ്രത്യേകിച്ചുള്ള യാതൊരു എഫേർട്ടും ഇടണ്ട. പ്രീച്ച് ദ ഗോസ്പൽ പ്രസംഗിക്കുക. അത് യഹൂദനെന്നില്ല, യവനെന്നില്ല, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ആ ദൈവശക്തി എന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ്. ദേശങ്ങളിൽ ഒത്തിരി പേർ നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ പേർ ഇന്ന് തകർന്ന അവസ്ഥയിലായിരിക്കുന്നു. ഈ ഗോസ്പലിനെ പലരും കരുതിയിരിക്കുന്നത് ഇതൊരു എന്താ പറയുക, ഒരു എളുപ്പമാർഗമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒന്നായിട്ടാണ്. അല്ല, ഒരിക്കലും യേശു അങ്ങനെ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടല്ല യേശുവിനെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, പക്ഷേ അതിനപ്പുറമായി നോക്കിയേ, ബൈബിളിൽ എല്ലായിടും നോക്കി കാണാൻ പറ്റും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടൊന്നല്ല ദൈവം അവരെ രക്ഷിച്ചേ. ആ പ്രശ്നങ്ങളുടെ നടുവിലും ആ പ്രശ്നങ്ങളുടെ മേലെ ജയിക്കാനുള്ള കപ്പാസിറ്റി കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന്
അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോഴും അത് നിന്റെ മേൽ കവിയത്തില്ല. നീ തീയിൽ കൂടെ ആയിരിക്കും, നീ വെന്തു പോകത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഈ ഗോസ്പലിൽ പലപ്പോഴും നമ്മൾ ഡിസ്റ്റോർട്ട് ആകുമ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവം എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചിന്തിക്കും. പ്രശ്നം വരുമ്പോഴാണ് ഉറപ്പിക്കേണ്ടത് അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു നാളും നമ്മളെ തള്ളിക്കളയത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഒത്തിരി പേർ നമ്മോട് പറയുമോ, ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് എന്നാ നന്മ കിട്ടാത്തേ? ദൈവം നിന്റെ കൂടെ ഉണ്ട്, ഇതെന്താ നിനക്ക് സംഭവിക്കാത്തേ? നീ ആരാധിക്കാൻ പോകുന്നില്ലേ, പള്ളിയിൽ പോകുന്നില്ലേ, നിനക്ക് എന്തുകൊണ്ടാണ് നന്മ ഇത്രയും കാലം നീ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്കും എല്ലാം മറുപടി നമ്മൾ അങ്ങനെ പറഞ്ഞു നിൽക്കണ്ട. പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും നിങ്ങളെ പ്രാർത്ഥനാ ജീവിതം വെച്ചിട്ടോ നിങ്ങളെ ദൈവമുള്ള ബന്ധത്തെ അളക്കരുത്. അല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് നൽകാത്ത എന്നൊന്നുമല്ല. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികം എന്നാ. ദൈവത്തിൻ്റെ ഹൃദയമാണ് നമുക്ക് നല്ല നൽകുക എന്നുള്ളത്. ഈ യേശു പ്രിയരെ ഇന്നും ജീവിക്കുന്നു, ഇന്നും നമ്മളോടൊപ്പമായിരിക്കുന്നു. ഒത്തിരി പേരിലേക്ക് ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അന്ന് ആ യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെ ജാതികളിലേക്ക് പത്രോസ് ആദ്യമായി തുറന്നു. പിന്നെ അങ്ങോട്ട് നോക്കി അറിയാൻ പറ്റിയ ഒരു കൂട്ടം ആൾ, നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറ ഉൾപ്പെടെ ഈ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഗോസ്പൽ. എന്താണ്? യേശു വെറും ഒരു മനുഷ്യനല്ല, അവൻ മനുഷ്യനായി വന്ന നിത്യ ദൈവമാണ്. അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ, വചനം പറയുന്നതാണ്, അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്വം മുറുകെ പിടിക്കാതെ മനുഷ്യ വേഷത്തിൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. അവൻ വന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്ന് മാറ്റി. പഴയ നിയമത്തിലെ സാക്രിഫൈസുകൾ നമ്മുടെ പാപങ്ങളെ മൂടി വെച്ചാണെങ്കിൽ യേശു നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റി. എന്നേക്കുമായി നമ്മളെ പാപി എന്നുള്ള വിളി മാറ്റി, നമ്മുടെ പാപത്തിന്റെ സ്വഭാവത്തെ മാറ്റി അവനോടൊപ്പം ക്രൂശിൽ തറച്ച് അവനോടൊപ്പം ഉയർത്തിനേൽപ്പിച്ച് സ്വർഗീയ തലങ്ങൾ നമ്മൾ ഇരുത്തപ്പെട്ടു. ഇന്ന് ആ ഗോസ്പലിനെ വിളിച്ച പ്രിയരെ, നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ വന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളെ ചെയ്തു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഒരു നാൾ നമ്മെ സ്വീകരിപ്പാൻ വീണ്ടും വരും.